എന്നാൽ പിന്നെ ഇന്ന് സ്രാവിന് തിന്നാലോ. നല്ല അടിപൊളി സ്രാവിന് ഞാൻ നാട്ടിൽ വെച്ചങ്ങനെ കഴിച്ചിട്ടില്ല. പിന്നെ സൺഡേ ആയതുകൊണ്ടൊരു സ്രാവിൻ്റെ ഫിഷ് മാർക്കറ്റിൽ ഇപ്പോൾ കിട്ടി. പിന്നെ വെറുതെ വിട്ടില്ല, അതിനെ അങ്ങ് മേടിച്ചു. പിന്നെ കട്ട് ചെയ്യുന്നതാണ് ടാസ്ക്. അതങ്ങ് ആണുങ്ങളെന്നെ ഏൽപ്പിച്ചു. പിന്നെ അവർ നന്നായിട്ട് ചെയ്യുമെന്നായിരുന്നു എൻ്റെ ഒരു പ്രതീക്ഷ. പക്ഷേ സ്കിന്നൊന്നും പോകാണ്ട് നല്ലൊരു വൈറ്റ് കളർ ഫ്ലഷായിട്ട് തന്നെ കട്ട് ചെയ്ത് കിട്ടി. ഞങ്ങൾ കട്ട് ചെയ്യാണ്ടാണ് മേടിച്ചത്. പക്ഷെ നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. അടുത്ത സ്റ്റെപ്പ് മസാല പുരട്ടിയെടുക്കാമെന്നായിരുന്നു. സാധാരണ നോർമലി നമ്മളിടുന്ന മസാലകളൊക്കെ തന്നെയായിട്ടത്. വേറൊന്നും കുരുമുളക്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതൊക്കെ തന്നെയായിരുന്നു. അതൊക്കെ ഇട്ട് കുറച്ചൊരു 5 മിനിറ്റ് വെച്ചിരുന്നു. പിന്നെ നല്ല വെളിച്ചെണ്ണയല്ല ഞങ്ങൾ യൂസ് ചെയ്തത്, ഒലിവ് ഓയിലാണ് യൂസ് ചെയ്തത്. ഒലിവ് ഓയിലും വെളിച്ചെണ്ണയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. സെയിം സ്മെല്ല് തന്നെയാണ്, ടേസ്റ്റിനും വലിയ വ്യത്യാസമൊന്നുമില്ല. ഒലിവ് ഓയിൽ കുറേ കറിവേപ്പില ഇട്ട് മസാല പുരട്ടി വെച്ചേക്കുന്ന സ്രാവിൻ്റെ തുണ്ട് കഷ്ണങ്ങളെയും എടുത്തിട്ട് നന്നായിട്ട് മൊരിയെ പൊരിച്ചെടുക്കുക എന്നതായിരുന്നു അടുത്ത ലക്ഷ്യം. അങ്ങനെ അത് അടിപൊളിയായിട്ട് പൊരിച്ചെടുത്തു. പറയുമ്പോൾ ഇപ്പോഴും വായിന്ന് വെള്ളം വരിക, നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ 2 ട്രിപ്പായിട്ട് പൊരിച്ചെടുത്തു. അങ്ങോട്ട് ബലേ ഫേഷായിട്ട് കഴിച്ചു. നല്ല സോഫ്റ്റ് മാംസമായിരുന്നു കേട്ടോ, നല്ല സോഫ്റ്റ്, പൂ പോലുള്ള സ്രാവിന് ഇത്രയും പൂ പോലുള്ള ഇറച്ചിയാണെന്ന് ഞാൻ ഇന്നലെ കഴിച്ചപ്പോഴാണ് അറിയുന്നത്. പക്ഷെ എന്തായാലും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റായിരുന്നു. എണ്ണയിൽ നിന്ന് വാർന്ന് വെച്ച് ഓരോ പീസായിട്ട് എടുത്ത് കഴിച്ചു. ഓക്കെ, ബൈ.